എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം, അതുപോലെ തന്നെ അവരുടെ സംഭാവനകൾ, അറൈവൽ ഓഫ് യൂറോപ്യൻസിന്റെ ഒരു ചെറിയ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് PSC എക്സാം ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബേസ് കിട്ടാൻ ഈ ക്ലാസ് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു ചെറിയ ക്ലാസ് ആണ്. ഇത് ആക്ച്വലി ഹിസ്റ്ററി സംബന്ധമായിട്ട് യൂറോപ്യന്മാരുടെ ആഗമനം, അതുപോലെ തന്നെ സംഭാവനകൾ, അറൈവൽ ഓഫ് യൂറോപ്യൻസ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ തീരെ വൈകുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം: വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം 1498. 1498 വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം. അടുത്തത്: ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ്? ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസ് ആണ് ഉത്തരം. അതായത് ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയത് ആദ്യ യൂറോപ്യന്മാരിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാർ തന്നെയാണ്. അടുത്ത ചോദ്യം: കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ. അടുത്ത ചോദ്യം: വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം: ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത്. അടുത്ത ചോദ്യം: വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ ആദ്യമായി വന്നിറങ്ങിയ സ്ഥലം നമുക്കറിയണതാണ്, കാപ്പാടാണ്. അത് 1498 കാപ്പാടിൽ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലത്തിന്റെ വർഷം 1498, സ്ഥലം കാപ്പാടാണ്. നമ്മൾ തുറുപ്പുകുലാൻ സിനിമ എന്ന് പറയുന്ന ആ സിനിമയിൽ നമ്മൾ ഈ സംഭവം കണ്ടിട്ടുണ്ട്. കാപ്പാട് ബീച്ചിലാണ് ആദ്യമായിട്ട് വാസ്കോഡ ഗാമ വന്നിറങ്ങണേന്ന് പറഞ്ഞ ഒരു സീന്, ഇന്നസെന്റ് പറയുന്ന ഒരു സീന് തുറുപ്പുകുലാൻ സിനിമയിലുണ്ട്. അത് ഓർത്തു വെച്ചാൽ നല്ലതാണ്. അടുത്തത്: വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ്? വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ്? സെന്റ് ഗബ്രിയേൽ ആണ് വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര്. എന്താണ്? സെന്റ് ഗബ്രിയേൽ. അടുത്ത ചോദ്യം: വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1502. ആദ്യമായിട്ട് എത്തിയത് 1498, പിന്നെ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് 1502 വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം. അപ്പോൾ നമുക്ക് ഈ പേജിലുള്ള ഇപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് വേഗം ഒന്ന് ചെയ്ത് നോക്കാം. വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം 1498. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാ? പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ തന്നെയാണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ്. അടുത്തത്: വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കാപ്പാട് ബീച്ച് 1498. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം 1502. അടുത്ത ചോദ്യം: വാസ്കോഡ ഗാമ മൂന്നാമതായി ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? വാസ്കോഡ ഗാമ മൂന്നാമതായി ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1524. ആദ്യമായിട്ട് വന്ന വർഷം 1498, പിന്നെ രണ്ടാമതായിട്ട് വന്ന വർഷം 4 വർഷം കഴിഞ്ഞിട്ട്, അതായത് 1498 4 വർഷം കഴിഞ്ഞിട്ട് 1502 രണ്ടാമതായി വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത്. മൂന്നാമതായി എത്തിയത് 1524. അതായത് 22 വർഷത്തിന് ശേഷമാണ് പിന്നെ വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത് മൂന്നാമതായിട്ട്. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയായി ഇന്ത്യയിലെത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാലും 1524 ഇതിന്റെ ഉത്തരം. അടുത്തത്: വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം ഏതാണ്? വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം ഏതാണ്? 1524. അതായത് ഈ മൂന്നാമത് വന്ന ഇന്ത്യയിലേക്ക് മൂന്നാമതായിട്ട് വാസ്കോഡ ഗാമ എത്തിയ അതേ വർഷം തന്നെയാണ് വാസ്കോഡ ഗാമ മരിച്ചതും. അതും ഡിസംബർ 24 അദ്ദേഹം മരിച്ചത്. അടുത്ത ചോദ്യം: വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി ഏതാണ്? വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത
പള്ളി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ് വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി. അടുത്ത ചോദ്യം, വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും കൊണ്ടുപോയ വർഷമേത്? വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും കൊണ്ടുപോയ വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1539. അതായത് 1524 ഡിസംബർ 24 വാസ്കോഡഗാമ അന്തരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 15 വർഷത്തിന് ശേഷം, അതായത് 1539 വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും കൊണ്ടുപോയി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ പോർച്ചുഗലിലേക്ക് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ പോർച്ചുഗലിലേക്ക് എന്നറിയപ്പെടുന്നത് ആര്? വാസ്കോഡഗാമയാണ് ഇതിന്റെ ഉത്തരം. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ പോർച്ചുഗലിലേക്ക് എന്നറിയപ്പെടുന്നത് വാസ്കോഡഗാമയെ കുറിച്ചാണ്. അടുത്ത ചോദ്യം, വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഗോവ. ഗോവയാണ് വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ചോദ്യം, വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ഉത്തരം പെഡ്രോ അൽവാരസ് കബ്രാൾ ആണ്. പെഡ്രോ അൽവാരസ് കബ്രാൾ ആണ് വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. അടുത്ത ചോദ്യം, കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ്? കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ്? അതിന് ഉത്തരം കബ്രാൾ തന്നെയാണ്. കബ്രാളാണ് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ. അടുത്ത ചോദ്യം, ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ഉത്തരം ബർത്തലോമിയോ ഡയസ് ആണ്. ബർത്തലോമിയോ ഡയസ് ആണ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആണ് ഇതിന്റെ ഉത്തരം. ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. അപ്പോൾ ഈ പേജിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി സ്പീഡായിട്ട് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. വാസ്കോഡഗാമ മൂന്നാമതായി ഇന്ത്യയിലെത്തിയ വർഷം 1524. വാസ്കോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലെത്തിയ വർഷം 1524 തന്നെയാണ്. വാസ്കോഡഗാമ അന്തരിച്ച വർഷം 1524 തന്നെയാണ്. പക്ഷേ ഡിസംബർ 24 എന്നുള്ള ഡേറ്റും കൂടി നിങ്ങൾ ഓർത്തു വെച്ചാൽ കുറച്ചുകൂടി നല്ലതാണ്. അതായത് ക്രിസ്മസിന് ഒരു ദിവസം മുമ്പാണ് അയാൾ മരിച്ചത്. അടുത്തത്, വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോയ വർഷം 1539. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ പോർച്ചുഗലിലേക്ക് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്കോഡഗാമ തന്നെയാണ്. വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണ്. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് കബ്രാൾ ആണ്. കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കബ്രാൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവും. അടുത്തത്, ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബർത്തലോമിയോ ഡയസ് ആണ് അതിൻ്റെ ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആണ് അതിൻ്റെ ഉത്തരം.